ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് ട്രിഗണോമെട്രിയിലെ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം ഇതാണ്, ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ദ വാല്യൂ ഓഫ് സൈൻ 45 ഡിഗ്രി പ്ലസ് തീറ്റ മൈനസ് കോസ് 45 ഡിഗ്രി മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1 കോസ് തീറ്റ, സൈൻ തീറ്റ, 2 കോസ് തീറ്റ, 0. ഇതിൽ ഏത് ആൻസർ ആണ് ഇതിന്റെ കറക്റ്റ് നോക്കാം. അപ്പൊ നമ്മളിപ്പോ കീമിന്റെ ക്വസ്റ്റൻ ആൻഡ് ഏറ്റവും സ്പീഡിൽ നമുക്ക് പ്രോബ്ലം ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുക, നമുക്ക് ഒരു ഫോർമുല അറിയാം. ഏതാണ്? സൈൻ 90 മൈനസ് തീറ്റ. എന്താണ് സൈൻ 90 മൈനസ് തീറ്റ? സൈൻ 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നറിയാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് സൈൻ 45 ഡിഗ്രി പ്ലസ് തീറ്റ മൈനസ് കോസ് 45 ഡിഗ്രി മൈനസ് തീറ്റയ്ക്ക് പകരം നമ്മൾ എഴുതാൻ പോണത് നോക്കുക, സൈൻ 90 മൈനസ് 45 ഡിഗ്രി പ്ലസ് തീറ്റ. ഇങ്ങനെ എഴുതുന്നു, ശരിയല്ലേ? സൈൻ 45 ഡിഗ്രി പ്ലസ് തീറ്റ ആട്ടെ, അങ്ങനെ തന്നെ എഴുതി. കോസ് 45 ഡിഗ്രി മൈനസ് തീറ്റയ്ക്ക് പകരം എന്ത് എഴുതി? സൈൻ 90 മൈനസ് 45 ഡിഗ്രി പ്ലസ് തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ. അപ്പൊ കോസ് 45 ഡിഗ്രി മൈനസ് തീറ്റ അല്ലേ? അതെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സൈൻ 45 ഡിഗ്രി പ്ലസ് തീറ്റ മൈനസ് സൈൻ 90 ഈ 90 45 കൂടി സബ്സ്ട്രാക്ട് നമുക്ക് എന്ത് കിട്ടും? സൈൻ 45 ഡിഗ്രി പ്ലസ് തീറ്റ ആണ് അല്ലേ? 90 മൈനസ് 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ഡിഗ്രി പ്ലസ് തീറ്റ. അപ്പൊ ഇത് സൈൻ 45 പ്ലസ് തീറ്റ മൈനസ് സൈൻ 45 പ്ലസ് തീറ്റ. ദ ആൻസർ വിൽ ബി 0. നമുക്ക് കിട്ടി എന്ത് ആൻസർ കിട്ടി? 0 എന്ന് ആൻസർ കിട്ടി. 0 എന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ഇ ആണ്. Therefore sin 45 ഡിഗ്രി പ്ലസ് തീറ്റ മൈനസ് കോസ് 45 ഡിഗ്രി മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം കേട്ടോ. എഴുതിയെടുത്തോളൂ കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. Second problem. If AB less than 1 and cos inverse 1 minus a square by 1 plus a square plus cos inverse 1 minus b square by 1 plus b square is equal to 2 tan inverse x. Then x is equal to ഓപ്ഷൻ ഏതൊക്കെയാണ്? a by 1 plus ab, b a by 1 minus ab, c a minus b by 1 plus ab, d a plus b by 1 minus ab, e a plus b by 1 minus a. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോ if ab less than 1, cos inverse 1 minus a square by 1 plus a square plus cos inverse 1 minus b square by 1 plus b square equal to 2 tan inverse. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് x ന്റെ വാല്യൂ എന്താണെന്ന് പറയണം. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് കിട്ടണം. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മാർഗം എന്താ വെച്ചാല്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. a is equal to tan theta എന്ന് എടുക്കുക. a is equal to tan theta. a tan theta എടുത്തു കഴിഞ്ഞാൽ 1 minus a square by 1 plus a square സമയം എന്ത് വരും? 1 minus tan square theta by 1 plus tan square theta എന്ന് വരും. എന്താണ് 1 minus tan square theta by 1 plus tan square theta? cos 2 theta ആണ്. കണ്ടോ? cos 2 theta ആണ്. അതുപോലെ തന്നെ നമ്മള് b is equal to രണ്ടാമത്തെ cos inverse 1 minus b square by 1 plus b square by b is equal to നമ്മൾ എന്ത് എടുക്കണം? b is equal to tan pi എന്ന് എടുക്കുക. മറ്റൊരു ആംഗിൾ എടുത്തു, tan pi. Therefore 1 minus b square by 1 plus b square സമയം എത്ര കിട്ടും നോക്കിയേ? 1 minus tan square pi by 1 plus tan square pi എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? cos 2 pi എന്ന് കിട്ടും. ഇവിടെ cos 2 theta കിട്ടി, അവിടെ cos 2 pi കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലെ? ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos inverse 1 minus a square by 1 plus a square നമ്മൾ എന്ത് കൊടുത്തു? cos 2 theta. Then
പ്ലസ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് ബി സ്ക്വയർ ബൈ 1 പ്ലസ് ബി സ്ക്വയർ എന്ത് കൊടുക്കാം? കോസ് 2π എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് x എന്നാണ് തന്നിരിക്കുന്നത്. ഇനി കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ എന്താണ് നമുക്കറിയാം? 2 തീറ്റയാണ്. കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 തീറ്റയാണ്. കോസ് ഇൻവേഴ്സ് കോസ് 2π എന്ന് പറഞ്ഞാൽ എന്താണ്? 2π ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 tan ഇൻവേഴ്സ് x എന്ന് കിട്ടി. ഇതിൽ 2 കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തീറ്റ പ്ലസ് പൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? tan ഇൻവേഴ്സ് x എന്ന് കിട്ടി. തീറ്റ പ്ലസ് പൈ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ പ്ലസ് വൈ. ഇവിടെ നമുക്ക് പറയാം a is equal to tan തീറ്റ. a is equal to tan തീറ്റ ആണെങ്കിൽ തീറ്റ സമം എന്താണ്? തീറ്റ is equal to tan ഇൻവേഴ്സ് a അല്ലേ? b equal to tan phi ആണെങ്കിൽ phi സമം എന്താണ്? tan ഇൻവേഴ്സ് b ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ തീറ്റയ്ക്ക് പകരം tan തീറ്റ, തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? tan ഇൻവേഴ്സ് a പ്ലസ് ഫൈക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഫൈക്ക് പകരം നമുക്ക് tan ഇൻവേഴ്സ് b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan ഇൻവേഴ്സ് b is equal to എന്ത് കിട്ടി? tan ഇൻവേഴ്സ് x. ഇനി നമുക്കൊരു ഫോർമുല നമുക്കറിയാം. ഈ ഫോർമുല ഇതാണ്. tan ഇൻവേഴ്സ് a പ്ലസ് tan ഇൻവേഴ്സ് b എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് a പ്ലസ് tan ഇൻവേഴ്സ് b എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല പറയുന്നത് എന്താണ്? tan ഇൻവേഴ്സ് a പ്ലസ് b ബൈ 1 മൈനസ് ab എന്നാണ്. അപ്പൊ നമുക്ക് tan ഇൻവേഴ്സ് a പ്ലസ് tan ഇൻവേഴ്സ് b ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? tan ഇൻവേഴ്സ് a പ്ലസ് b ബൈ 1 മൈനസ് ab എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x. അപ്പൊ tan ഇൻവേഴ്സ് a പ്ലസ് b ബൈ 1 മൈനസ് ab tan ഇൻവേഴ്സ് x ആണെങ്കിൽ x ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? a പ്ലസ് b ബൈ 1 മൈനസ് ab. അപ്പൊ നമുക്ക് x ന്റെ ആൻസർ കിട്ടി a പ്ലസ് b ബൈ 1 മൈനസ് ab. നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയ ആൻസർ a പ്ലസ് b ബൈ 1 മൈനസ് ab. ഓപ്ഷൻ ബി ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൻസർ a പ്ലസ് b ബൈ 1 മൈനസ് ab കിട്ടി. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്തു? നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് a എന്നുള്ളത് tan തീറ്റ എടുത്തു, b a is equal to tan തീറ്റ എടുത്തു, b എന്നുള്ളത് tan phi എടുത്തു. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? a പ്ലസ് b ബൈ 1 മൈനസ് ab കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം കേട്ടോ. മൂന്നാമത്തെ പ്രോബ്ലം. മൂന്നാമത്തെ പ്രോബ്ലം എന്താണ്? ഇഫ് 4 sin തീറ്റ പ്ലസ് 3 cos തീറ്റ ഈസ് ഈക്വൽ ടു 5, then sin തീറ്റ പ്ലസ് cos തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? 3, 4, 7/5, D 5/7 ഇങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ a 4 sin തീറ്റ പ്ലസ് 3 cos തീറ്റ 5 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? sin തീറ്റ പ്ലസ് cos തീറ്റ എന്ന് sin തീറ്റ പ്ലസ് cos തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് പറയുന്നത് എങ്ങനെയാണ്? ടെക്നിക്ക് ഇതാണ് പറയുന്നത്. ഇഫ് a sin തീറ്റ പ്ലസ് b cos തീറ്റ is equal to c. a cos theta, a sin theta plus b cos theta equal to c ആണെങ്കിൽ then sin theta plus cos theta is equal to sin theta plus cos theta യുടെ ആൻസർ എന്തായിരിക്കും? a plus b by c ആയിരിക്കും. a plus b by c. ഒരു കണ്ടീഷൻ ഉണ്ട്. a plus b by c ആവണമെങ്കിൽ if a square plus b square is equal to c square. ഈ ഒരു കണ്ടീഷൻ പൂർണ്ണമായി കഴിഞ്ഞാൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ ആണെങ്കിൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ ആൻസർ എന്ത് എഴുതാം? a പ്ലസ് ബി ബൈ സി. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇഫ് a സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഈക്വൽ സി ആണെങ്കിൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ a പ്ലസ് ബി ബൈ സി ആയിരിക്കും. a പ്ലസ് ബി ബൈ സി ആയിരിക്കും. കണ്ടീഷൻ എന്താണ്? പ്രൊവൈഡഡ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ a എന്താണ്? a is equal to 4 ആണ്. ബി എന്താണ്? 3 ആണ്. സി എന്താണ്? 5 ആണ്. നമുക്ക് നോക്കാം. 4 സ്ക്വയർ 16, 3 സ്ക്വയർ 90, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, ദാറ്റ് ഈസ് ഈക്വൽ 25. കറക്റ്റ് അല്ലേ? അപ്പൊ a സ്ക്വയർ
പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ അല്ലേ? അതെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ്. therefore നമുക്ക് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ ആൻസർ എന്ത് എഴുതാം? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 + 3. therefore 4 + 3/5 ആൻസർ വിൽ ബി 7/5. കണ്ടോ? ആൻസർ കിട്ടിയാലുണ്ടോ? 7/5. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തില് നിങ്ങൾക്ക് ആൻസറിലേക്ക് അറൈവ് ചെയ്യണമെങ്കിൽ, ആൻസറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ you should know the result. റിസൾട്ട് എന്താണ്? if a sin theta plus b cos theta is equal to c, a sin theta plus b cos theta equal to c, then a sin theta plus cos theta equal to a plus b by c, provided if a square plus b square equal to c square. a square plus b square c square ആണെങ്കിൽ നമുക്ക് sin theta plus cos theta ആൻസർ എന്ത് എഴുതാം? a plus b by c എന്ന് എഴുതാം. ഈ പ്രോബ്ലത്തിൽ a എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്, b എന്ന് പറയുന്നത് 3 ആണ്, c എന്ന് പറയുന്നത് 5 ആണ്. therefore 16 + 9 = 25. therefore a square plus b square equal to c square. then we get the answer. okay, എഴുതിത്തോളൂ ട്ടോ. if 7 sin theta plus 24 cos theta is equal to 25, then sin theta plus cos theta എത്രയാണ് കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്രോബ്ലം ആണ്. 7 b 31/25, c 25, d 24. നേരത്തെ ചെയ്ത പോലത്തെ തന്നെ ഒരു പ്രോബ്ലം ആണ്. ഇവിടെ നമ്മുടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് നോക്കണം. എ ഇസിക്കൽ എന്ത് എടുക്കണം? എ ഇസിക്കൽ 7. ബി ഇസിക്കൽ എന്താണ്? ബി ഇസിക്കൽ 24. സി എന്താണ്? 25. നോക്കിയേ, 7 49. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ 7 49 പ്ലസ് 24ന്റെ സ്ക്വയർ എത്രയാണ്? 576. 576 കൂട്ടുമ്പോൾ എത്രയോ? 9 15 12 5 620. that is equal to c square അല്ലേ? c square ആണ്. അപ്പൊ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. therefore നമുക്ക് sin theta plus cos theta എന്ത് എഴുതാം? sin theta plus cos theta is equal to a plus b by c അല്ലേ? a plus b by c. a എന്താണ്? 7 ആണ്. അപ്പൊ 7 plus 24 divided by c എത്രയാണ്? 25 ആണ്. അപ്പൊ ആൻസർ എത്ര കിട്ടും? 31/25. 31/25 ആൻസർ ഉണ്ടോ നോക്കിയേ. ആൻസർ ഉണ്ട്. b is equal to 31/25. ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ അത് എഴുതിത്തോളൂ ട്ടോ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷൻ sin theta plus cos theta equal to a plus b by c എന്നുള്ള കണ്ടീഷൻ ഓർത്തിരിക്കുക. provided the condition a square plus b square equal to c square. a square plus b square equal to c square ആയാൽ മാത്രമേ നമുക്ക് sin theta plus cos theta ആൻസർ a plus b by c എന്ന് എഴുതാൻ പാടുള്ളൂ ട്ടോ. ഓക്കെ, അടുത്ത പ്രോബ്ലം. അഞ്ചാമത്തെ പ്രോബ്ലം. if tan theta tan 2 theta is equal to 1, then what is sin theta plus cos 2 theta യുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? a is equal to 0, b is equal to 2, c is equal to 1, d is equal to 3. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. tan theta into tan tan 2 theta is equal to 1 ആണെങ്കിൽ sin theta plus cos 2 theta യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോ ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. എന്താണ്? if tan theta into tan a into tan b is equal to 1. tan a into tan b is equal to 1 ആണെങ്കിൽ then a plus b is equal to 3 ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. tan a into tan b equal to 1 ആണെങ്കിൽ a plus b is equal to 90 ഡിഗ്രി. ഒരു എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ ഇപ്പൊ tan 30 ഡിഗ്രി tan 60 ഡിഗ്രി. ഇതിന്റെ ആൻസർ എന്താന്ന് നോക്കിയേ. tan 30 ഡിഗ്രി 1/√3, tan 60 ഡിഗ്രി √3 അല്ലെ? tan 60 ഡിഗ്രി sin 60 by cos 60, sin 60 by
cos 60 degree √3/2 by 1/2 √3. അപ്പൊ √3 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ കണ്ട അപ്പൊ ഈ ആംഗിൾ കൂട്ടി വെക്ക് 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഈ ഒരു കണ്ടീഷൻ tan A into tan B is equal to 1 ആണെങ്കിൽ A plus B യുടെ വാല്യൂ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ tan A into tan B equal to 1 ആണെങ്കിൽ A plus B is equal to 90 ഡിഗ്രി. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? tan theta into tan 2θ is equal to 1 എന്നല്ല തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ തീറ്റ പ്ലസ് 2θ എന്തായിരിക്കും? That is equal to 90 degree. That is 3θ is equal to എന്ത് വരും? 90 degree. Therefore theta സമയം എത്ര വരും? 30 degree. Therefore നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? sin theta plus cos 2θ ഇല്ല കണ്ടുപിടിക്കേണ്ടത്. That is sin 30 degree plus cos 2 into 30 degree is cos 60 degree. sin 30 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? sin 30 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം 1/2. cos 60 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം 1/2. 1/2 plus 1/2 എത്രയാണ്? 1. 1 എന്നുള്ള ആൻസർ ഇതിലുണ്ടെന്ന് നോക്കിയാൽ ആൻസർ ഉണ്ട്. ആൻസർ അതാണ് സി 1. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ എത്ര പ്രോബ്ലം ചെയ്തപ്പോ? 5 പ്രോബ്ലം ചെയ്തില്ലേ? ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. എല്ലാവരും എഴുതി കേട്ടോ. ഓക്കെ.